ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിന്റെ നമ്പർ 1 FM ലവ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. കാറ്റ് ഇടനാഴിയിലേക്ക് ആഞ്ഞു വീശുമ്പോൾ, സ്വപ്ന കവാടം അഗ്നിയെ പടർത്തുമ്പോൾ, തിരസ്കൃത പ്രണയത്തിന്റെ പൊള്ളുന്ന ചൂടിലേക്ക് നീ വന്ന് പതിക്കുന്നത് കണ്ണുപൊത്തിക്കൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു. നിന്നെ നഷ്ടപ്പെട്ട നക്ഷത്രങ്ങളുടെ രോദനം എന്റെ ഏകാന്തരാത്രികൾക്ക് കൂട്ടുവരുന്നു. രാത്രിയിൽ നമ്മളൊക്കെ തനിച്ചല്ലേ, പക്ഷെ ഈ രാത്രിയിൽ എനിക്ക് ഏകാന്തതയൊന്നുമില്ല. കൂട്ടിന് നിങ്ങളൊക്കെ ഇല്ലേ? ഇനി നിങ്ങൾക്ക് കൂട്ടിനാണെങ്കിൽ ഞാനല്ലേ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ് പ്ലസ് ഒരു സർപ്രൈസ് സെലിബ്രിറ്റി. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ മനസ്സ് നിറയെ പ്രണയവുമായി റീനു നിങ്ങളുടെ കൂടെ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. സോൾട്ട് ആൻഡ് പെപ്പറിലെ മായയും കാളിദാസനും രാഘവും മീനാക്ഷിയും 22 ഫീമെയിൽ കോട്ടയത്തിലെ സിറിലും ടെസ്സിയും. ഇങ്ങനെ പ്രണയം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് തന്ന ഒരു ഡയറക്ടർ. ആ ഡയറക്ടറാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് റീനുവിന്റെ കൂടെ. ഇനിയൊരു മുഖവരയുടെ ആവശ്യമില്ലല്ലോ. ആഷിഖ് അബു. നമുക്ക് ആഷിഖ് അബുവിനെ വെയിറ്റ് ചെയ്യാം ആൻഡ് കേട്ടുകൊണ്ടിരിക്കാം ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എന്റെ കൂടെ ആഷിഖ് അബു. ഹായ് ആഷിഖ്. ഹായ് റീനു. വെൽക്കം ടു ലവ് ബൈറ്റ്സ്. താങ്ക് യു. ആഷിഖിന്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മെല്ലെ കൊല്ലും എന്നുള്ളതാണ്. സത്യത്തിൽ പ്രണയം മെല്ലെ കൊല്ലൂ? അത് എന്റെ വരിയല്ല, അത് വേണുചേട്ടന്റെ വേണുജി എഴുതിയാണ്. അപ്പോൾ ഈ മെല്ലെ കൊല്ലും എന്ന വാക്ക് ആദ്യം BBMലാണ് എനിക്ക് ആദ്യം മെല്ലെ കൊല്ലുന്നത്. അപ്പം ഞാൻ വേണുജി ഈ മെല്ലെ കൊല്ലും എന്നൊക്കെ ഒരു പാട്ട് തുടങ്ങുന്നത്. ആ പുള്ളി പറഞ്ഞത് അതാണ് അതിന്റെ ഒരു പതിയെ സ്ലോലി കില്ല് ചെയ്ത് കളയുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് വിശ്വസിക്കുകയായിരുന്നു. പിന്നീട് ഞാനത് പാടിക്കേട്ടപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടു. മഞ്ഞും പൊള്ളും, മഞ്ഞു പൊള്ളി പോകും. പ്രണയത്തിലാകുമ്പോ മഞ്ഞു പോലും പൊള്ളി പോകും ആണോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരൂ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ആഷിഖ് അബു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എന്റെ കൂടെ ആഷിഖ് അബു. ആഷിഖ് ഡാ തടിയാല് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നായകനെ ആഷിഖ് കൊണ്ടിരുന്നത്. കുറച്ച് തടിച്ചിട്ടുള്ള ഒരു നായകനെ. സത്യത്തിൽ ലുക്സ് ഒട്ടും നോക്കാതെ നമുക്ക് പ്രണയിക്കാൻ പറ്റുമോ? അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ ലുക്സ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. അവർക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റുമായിരിക്കും. പക്ഷെ ഇത് തീരെ നോക്കാത്ത ആൾക്കാരുണ്ട്. നോക്കാത്ത ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ലുക്സ് തടിയനായിരിക്കെ തന്നെയാണ് DJ ശേഖർ അല്ലെങ്കിൽ ശേഖർ മേനോൻ എന്ന് പറഞ്ഞ ഒരാള് കല്യാണം കഴിക്കുന്നത്. ശേഖരന്റെ ഫ്രണ്ടിനെ കല്യാണം കഴിച്ചത്. അതെ. അപ്പൊ പിന്നെ അവര് ഭയങ്കര ലവ്ലി ആൾക്കാരാണ്. അവര് നന്നായിട്ട് ജെല്ല് ചെയ്ത് പോകുന്ന നല്ല രസമുള്ള കപ്പിളാണ് അവര്. അങ്ങനെ ഉണ്ട്. അപ്പൊ ശേഖരന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നത്? ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഫേസിലാണ്. പെൺകുട്ടികളൊക്കെ പറയും ടെഡി ബെയറിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഈ തടിയന്മാരെ ഹഗ് ചെയ്യാൻ ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര ചെയ്തിട്ടില്ല. ആരെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ശേഖർ പ്രിയാണോ ചോദിക്കാം? വേണ്ട. ജെയ്മി സ്വന്തം കൂട്ടുകാരനെ കബി സൗത്തൻ കബി സഹി ഹഗ് ചെയ്യുന്നോണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അപ്പൊ അടുത്താണ് ശേഖരനെ കാണുമ്പോ കെട്ടിപ്പിടിക്കുക. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ സിനിമയിലും ശേഖരനെ കെട്ടിപ്പിടിക്കുന്ന ആളുകളില് ശേഖരൻ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. തടിയന്മാരെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ മേഘക്കൂട്ടങ്ങൾക്കിടയിൽ പെട്ടതുപോലെ തോന്നുമെന്നും ഒക്കെ അത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തടിയന്മാരെ ഹഗ് ചെയ്യുന്നത് വലിയൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അത് മാത്രമല്ല ഇവര് അത്യാവശ്യം ഒരു വലിയ സൈസുള്ളതുകൊണ്ട്
നമ്മളതൊന്ന് ഉൾക്കൊള്ളുന്ന പോലെ തോന്നും. ഈ മേഘങ്ങളുടെ ഇടയിൽ പോയി കേട്ട പോലെ നല്ല ഫീലിംഗ് ആണ്. ഇനി ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും അത് ട്രൈ ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഒരു തടിയനെ കണ്ടുപിടിച്ച് നോക്കാം. അതെ, ഒരു അത്യാവശ്യം നല്ല തടിയുള്ള ഒരാളെ ഒന്ന് ഹഗ് ചെയ്ത് നോക്കാം. തൽക്കാലം ഇന്ന് രാത്രി പറ്റത്തില്ലല്ലോ. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഏതെങ്കിലും ഒരു തടീനെ കണ്ടുപിടിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ആൻഡ് ആഷിക മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്.